ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാസ്റ്റിക് എന്നുള്ള ടോപ്പിക്കിൽ റെസിൻസ് എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ബൈൻഡേഴ്സ് ആണ്. ഈ പ്ലാസ്റ്റിക്കിലെ മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് അതെന്ന് പറഞ്ഞാൽ റെസിൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ റെസിൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. തെർമോ പ്ലാസ്റ്റിക് റെസിൻസും ഉണ്ട്, തെർമോസെറ്റിംഗ് റെസിൻസും ഉണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, തെർമോ പ്ലാസ്റ്റിക് റെസിൻസ് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് എക്സാമ്പിൾ? ആൽക്കൈഡ്, സെല്ലുലോസ്, ക്യുമറോൺ, ഇൻഡെയിൻ, മീഥൈൽ മെഥാക്രിലേറ്റ്, സ്റ്റൈറിൻ, വിനൈല. ഇനി തെർമോസെറ്റിംഗ് റെസിൻസിന് എക്സാമ്പിൾ കേസീൻ, മെലാമിൻ ഫോർമാൽഡിഹൈഡ്, ഫീനോൾ ഫോർമാൽഡിഹൈഡ്, ഫീനോൾ ഫർഫുറാൽഡിഹൈഡ്, യൂറിയ ഫോർമാൽഡിഹൈഡ്. അപ്പൊ ഈ എക്സാമ്പിൾസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞാൽ ഈ ഓരോ റെസിനെയും പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ആക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്, ഞാൻ ജസ്റ്റ് പഠിപ്പിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആൽക്കൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഗ്ലിസറിൻ ആൻഡ് സ്റ്റാലിക് അൺഹൈഡ്രൈഡ്. ഓക്കെ, സ്റ്റാലിക് അൺഹൈഡ്രൈഡിൽ നിന്നും ഗ്ലിസറിനിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽക്കൈഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബൈ ഡ്രൈയിങ് ഓയിൽസ് വെച്ചിട്ടാണ് ആൽക്കൈഡിൽ നമ്മൾ കെമിക്കൽ കോമ്പോസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് കൂൾ ചെയ്യാൻ ഭയങ്കര സ്ലോ ആണ്. അതുപോലെ ഇതിന് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് നന്നായിട്ട് ഉണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ തിൻ ഫിലിം ഓഫ് പ്ലാസ്റ്റിക് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് റെസിനാണ്? ആൽക്കൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്നത് സെല്ലോസ് ആണ്. സെല്ലോസ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഫ്രം സെല്ലോസ് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? സെല്ലോസ് അസറ്റേറ്റ്, സെല്ലോസ് നൈട്രേറ്റ്, സെല്ലുലോസ് എസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് വരുന്നത്. ഇനി ഇത് നമുക്ക് ക്ലിയർ ഗ്ലാസ് അപ്പിയറൻസിലുള്ള പ്ലാസ്റ്റിക് തരും. ടഫ് ആൻഡ് സ്ട്രോങ് ആയിരിക്കും. ഇതുവഴി ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടഫ് ആൻഡ് സ്ട്രോങ് ആണ്. പിന്നെ ഇതിന് എക്സലന്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാകും. പിന്നെ കളർ എഫക്ട്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ക്യുമറോൺ ഇൻഡെയിൻ എന്ന് പറയുന്നത് ചെറിയ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് അതിനെ സോഫ്റ്റ് ആക്കാൻ പറ്റും. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഡി നോട്ട് ചേഞ്ച് വിത്ത് ഹ്യൂമിഡിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? ക്യുമറോൺ ഇൻഡെയിനിലെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ഇതുവഴി ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ ആയിരിക്കും. ആൻഡ് ആ പ്ലാസ്റ്റിക് നമ്മൾ ഫ്ലോർ ടൈൽസിന്, റബ്ബർ മാനുഫാക്ചറിനൊക്കെയാണ് നമ്മൾ ക്യുമറോൺ ഇൻഡെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മീഥൈൽ മെഥാക്രിലേറ്റ്, നമ്മൾ ഇതെല്ലാം പറയുന്നതാണ് തെർമോ പ്ലാസ്റ്റിക് റെസിൻസ് ആണ് പറയുന്നത്. ഓക്കെ, മീഥൈൽ മെഥാക്രിലേറ്റ് അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റേ പേരാണ് അക്രിലിക് എന്ന് പറയാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് കോൾ പെട്രോളിയത്തിൽ നിന്നും വാട്ടറിൽ നിന്നുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മീഥൈൽ മെഥാക്രിലേറ്റ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇത് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. അതുപോലെ തന്നെ UV വേവ്സിനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം, സോൺ ചെയ്യാം, ടേൺ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിന് എക്സലന്റ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആണ്. ഇനി ഇതിനെ നമ്മൾ ഇമ്പാക്ട് കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ക്രാക്ക് ചെയ്യത്തേ ഉള്ളൂ, ബ്രേക്ക് ആവത്തില്ല. ഓക്കെ, പ്ലാസ്റ്റിക് നമ്മൾ ഇത് മെഥാക്രിലേറ്റ് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? സേഫ്റ്റി ഗ്ലാസ്, കളേർഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ജ്യൂവൽസ്, റൂഫ് ലൈറ്റ്സ്, ലൈറ്റിംഗ് ഫിറ്റിംഗ്സ്, ബാത്ത് ആൻഡ് സിങ്ക് യൂണിറ്റ്സ്. ഓക്കെ, അടുത്ത് വരുന്നത് സ്റ്റൈറിൻ ആണ്. സ്റ്റൈറിൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം എത്തിലീൻ വിച്ച് ഈസ് മെയ്ഡ് ഫ്രം പെട്രോളിയം. അപ്പൊ സ്റ്റൈറിൻ ഉണ്ടാക്കുന്ന എന്തിൽ നിന്നാണ്? എത്തിലീനിൽ നിന്നാണ്. അതുകൊണ്ട് പെട്രോളിയത്തിൽ നിന്നാണ് ഈ എത്തിലീൻ ഫോം ചെയ്യുന്നത്. ദെൻ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റൈറിൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. അതും UV വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ മീഥൈൽ മെഥാക്രിലേറ്റും UV വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി ഇതിന് ഹൈ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഉണ്ട്. കെമിക്കൽസ് ഒന്നും ഈ സ്റ്റൈറിനെ ഈസിലി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ലോ വാട്ടർ അബ്സോർപ്ഷൻ ആണ്. പിന്നെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് നമുക്ക് എന്ത് ചെയ്യാം? റേഡിയോ ഫ്രീക്വൻസി വയർലെസ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഇനി ലാസ്റ്റ് തെർമോപ്ലാസ്റ്റിക് റെസിൻ എന്ന് പറയുന്നത് വിനൈലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഡ്രൈ ഹൈഡ്രജൻ ക്ലോറൈഡ് കൂടി പാസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു റെസിനാണ് വിനൈൽ എന്ന് പറയുന്നത്. ഇതുവഴി ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഓഡർലെസ് ആണ്, നോൺ ടോക്സിക് ആണ്, ട്രാൻസ്പാരന്റ് ആണ്, കളർലെസ് ആണ്. ഓക്കെ, ഇനി ഈ വിനൈൽ ക്ലോറൈഡിന് എന്ന് പറയുന്നത് പൊസൈസ് ഹൈ റെസിലിയൻസ് ആൻഡ് യൂസ്ഡ് ഫോർ വയർ ആൻഡ് കേബിൾ കോട്ടിങ്സ് ഏതാണ് യൂസ് ചെയ്യുന്നത്? വിനൈൽ ക്ലോറൈഡ്. ഇനി പോളിത്തിലീൻ ഈസ് എ വിനൈൽ റെസിൻ ആണ്. പോളിത്തിലീൻ എന്ന് പറയുന്നത് വിനൈൽ റെസിൻ ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ടഫ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ കേബിൾ കവറിങ്സ് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. പോളിവിനൈൽ ബ്യൂട്ടൈറൽ യൂസ്ഡ് ഇൻ സേഫ്റ്റി ഗ്ലാസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് തെർമോപ്ലാസ്റ്റിക് റെസിൻസിനകത്ത് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് തെർമോസെറ്റിംഗ് റെസിൻസ് ആണ്. ഞാൻ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. എങ്കിലും ഫുൾ മാർക്ക് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതെല്ലാം പഠിക്കാം. ഇനി കേസിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ
ഫോസ്ഫോട്ട് പ്രോട്ടീൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ precipitation ഓഫ് മിൽക്ക് വിത്ത് ആസിഡ്. എന്താണ് മിൽക്കിന്റെ precipitation വിത്ത് ആസിഡ്, അങ്ങനെയാണ് നമ്മൾ കേസിൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ അത്ര വലിയ സ്ട്രോങ് ഒന്നും അല്ല. ഇതിന് നമുക്ക് പെട്ടെന്ന് ഈസിലി വർക്കബിൾ ആണ്, പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് അപ്പിയറൻസ് ഈ കേസിനുണ്ട്. ഇനി മെലാമിൻ ഫോർമാൽഡിഹൈഡ് എന്ന്, മെലാമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽഷ്യം കാർബൈഡ് നിന്നാണ് നമുക്ക് കിട്ടുന്നത് മെലാമിൻ. അതിനെ ഫോർമാൽഡിഹൈഡ് അപ്പൊ മെലാമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും? കാൽഷ്യം കാർബൈഡിൽ നിന്ന് കിട്ടും. ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മീഥേനിൽ നിന്നാണ്. മീഥേൻ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് എന്താണ് ചെയിൻ ആണ് അല്ലെ. അപ്പൊ ഇതിന് രണ്ടിനും മെലാമിനെയും ഫോർമാൽഡിഹൈഡിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഹൈലി റെസിസ്റ്റന്റ് ടു വാട്ടർ ആണ്. വാട്ടറിന് ഹൈലി റെസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ആർക്കിന് നല്ലപോലെ ഇത് റെസിസ്റ്റ് ചെയ്യും. ഇനി ഇലക്ട്രിക് ഇൻസുലേറ്റ് ഇതുവഴി മെലാമിൻ ഫോർമാൽഡിഹൈഡ് വഴി ഉണ്ടാക്കുന്ന ആ പ്ലാസ്റ്റിക് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ്, ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്, ഡെക്കറേറ്റീവ് ലാമിനേറ്റ്സ് ഇൻ ലൈറ്റ് കളേഴ്സ് ഫോർ വോൾ ആൻഡ് സീലിംഗ് ലൈനിങ്സ്, preparing papers having high strength in wet condition. ഓക്കെ. ഇനി ഫീനോൾ ഫോർമാൽഡിഹൈഡ് ആണ്. ഫീനോൾ എന്ന് പറയുന്ന ഒരു കാർബോളിക് ആസിഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കോൾട്ടാർ അല്ലെങ്കിൽ ബെൻസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഓക്കെ. ഇനി ഹൈലി റെസിസ്റ്റന്റ് ടു ഹീറ്റ് ആൻഡ് ഹാവ് എക്സലന്റ് മെക് ആൻഡ് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിന് നന്നായിട്ടുണ്ട്. പിന്നെ നോട്ട് ഈസിലി അറ്റാക്ഡ് ബൈ വാട്ടർ, വാട്ടർ വെച്ചിട്ട് പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല. പിന്നെ ഡൈലൂട്ട് മിനറൽ ആസിഡ്സ്, ഓർഗാനിക് ആസിഡ്സ്, ഓയിൽ, മൈൽഡ് ആൽക്കലീസ്, ഇതൊന്നും എന്ത് ചെയ്യുക, ഫീനോൾ ഫോർമാൽഡിഹൈഡ് ഈസിലി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ കേസിനെന്ന് പറയുന്നത് ഇത് ബക്കിൾസ്. ഓക്കെ, ബക്കിൾസിലും ബട്ടൺസിലുമാണ് നമ്മൾ ഈ കേസിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, കേസിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്? ബക്കിൾസിലും ബട്ടൺസിലാണ് നമ്മൾ കേസിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഫീനോൾ ഫോർമാൽഡിഹൈഡ് നമ്മൾ പെയിന്റ്സ്, വാർണിഷ്, ലാമിനേറ്റഡ് പ്രോഡക്ട്സ്, ഇലക്ട്രിക് ഫിറ്റിംഗ്സിലേക്ക് നമ്മൾ യൂസ് ചെയ്യും. അടുത്ത് വരുന്ന ഫീനോൾ പെർഫുലാൽഡിഹൈഡ് ആണ്. പെർഫുലാൽഡിഹൈഡ് വേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്യുന്നത് ബൈ ഡൈജസ്റ്റിംഗ് ഹസ്ക് ഓർ റൈസ് ഷെൽസ് ഓഫ് ഓട്ട് ഓർ ഗ്രൗണ്ട് നട്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഈ റൈസ് ഹസ്ക് അല്ലെങ്കിൽ ഷെൽസ് ഓഫ് ഓട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ടിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനെ വേപ്പർ ചെയ്തിട്ടാണ് പെർഫുലാൽഡിഹൈഡ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഡാർക്ക് കളറാണ്. ഇതിന് വെരി ഹൈ ടെമ്പറേച്ചറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. യൂറിയ ഫോർമാൽഡിഹൈഡ് ആണ്. യൂറിയ നമുക്ക് എവിടെ നിന്നാണ് പ്രിപ്പയർഡ് ഫ്രം? കാൽഷ്യം സൈനാമൈഡ് ആണ്. ഓക്കെ, ഒന്നുകിൽ കാൽഷ്യം സൈനാമൈഡിൽ നിന്ന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓർ ബൈ ഹീറ്റിംഗ് അണ്ടർ പ്രഷർ എ മിക്സ്ചർ ഓഫ് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ലിക്വിഡ് അമോണിയ. ലിക്വിഡ് കാർബൺ ഡയോക്സൈഡിനെയും ലിക്വിഡ് അമോണിയയും ഹൈ പ്രഷറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? യൂറിയ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് നല്ല എക്സലന്റ് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതും ഡൈലൂട്ട് ആസിഡ്സ്, ആൽക്കലീസ്, ഓയിൽ, കെമിക്കൽസ്, വാട്ടർ, ഇതിനൊന്നും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് യൂസ്ഡ് ഫോർ മേക്കിംഗ് adhesives for wood and wood products, ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ് സച്ച് എസ് ലാംപ്സ്, റിഫ്ലക്ടേഴ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ യൂറിയ ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ തെർമോസെറ്റിംഗ് റെസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. ഫുള്ള് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലതിനൊക്കെ അതിന് മാത്രമായിട്ട് ഇപ്പൊ ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഒക്കെ എല്ലാത്തിലും ഒക്കെ പറയുന്നുണ്ട്, മിക്കവാറും കുറെ എണ്ണത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പഠിക്കാണ്ട് അതിന് മാത്രമായിട്ട് വരുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് മാത്രം പഠിച്ചാലും മതി. പിന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് മാത്രം അറിഞ്ഞിരിക്കുക ജസ്റ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.